നമ്മളിന്ന് വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫ്രങ്കാണ്. വിറ്റാമിനുകൾ 2 തരത്തിലുണ്ട്. അവയുടെ ലേയത്തമനുസരിച്ച് 2ആയിട്ട് തരംതിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും. അപ്പോൾ വിറ്റാമിനുകളെ അവയുടെ ലേയത്തമനുസരിച്ച് ആകെ 13 ജീവകങ്ങളാണ് നമുക്കുള്ളത്. ആ 13 ജീവകങ്ങളെ അവയുടെ ലേയത്തമനുസരിച്ചാണ് 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ADEK. ജലത്തിൽ ലയിക്കുന്നവ ജീവകങ്ങളാണ് BC അഥവാ B കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ ജീവകമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ ആദ്യത്തേതാണ് ജീവകം A. രാസനാമം റെറ്റിനോൾ. ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഇത് ഇലക്കറികളിൽ നിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്നു. ഈ ജീവകം പാലിൽ സുലഭമായിട്ട് അടങ്ങിയിരിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവകം A. ജീവകം A സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. അപ്പോൾ ജീവകം A സംഭരിക്കപ്പെടുന്നത് കരളിൽ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിനാണിത്. ഈ വൈറ്റമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ എന്നിവ. അടുത്ത ജീവകമാണ് ജീവകം D. രാസനാമം കാൽസിഫെറോൾ. സൺഷെയ്ഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ഇത് ലഭിക്കാത്ത ജീവകമാണ് ജീവകം D. ആൻറ്റി റിക്കറ്റ് വൈറ്റമിൻ എന്നും ഇത് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. ജീവകം D അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ എന്നിവയാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കണ അഥവാ റിക്കസ്റ്റ്, ഓസ്റ്റിയോമലേഷ്യ എന്നിവയാണ്. ജീവകം Dയുടെ ധർമ്മം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, കാൽസ്യം എന്നിവയുടെ ആഗിരണം. അടുത്ത ജീവകമാണ് ജീവകം E. രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. ബൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ഹോർമോൺ വൈറ്റമിൻ എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് ഹൃദയത്തെ സംരക്ഷിക്കപ്പെടുന്ന ജീവകമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാൽ, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയിലാണ്. അടുത്ത ജീവകമാണ് ജീവകം K. രാസനാമം ഫില്ലോക്വിനോൺ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ജീവകം Kയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്തോംബിൻ എന്ന് അറിയപ്പെടുന്നു. ക്യാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം എന്നിവയിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. ജീവകം Kയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം Kയുടെ ധർമ്മമാണ്. അതുപോലെ തന്നെ ജീവകം Kയുടെ അപര്യാപ്തത രോഗം, രക്തസ്രാവമാണ് ജീവകം Kയുടെ അപര്യാപ്തത രോഗം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളായ ADEKനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ B കോംപ്ലക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.